Good afternoon, everyone. How are you? Hope all of you are doing well. Stay safe and secure wherever you are. Okay. Today, our topic is based on ecosystems. So, you should remember that the textbook Nature Matters is completely devoted to the studies on nature. There we can see environmental studies, we can see ecosystem, we can see so many other peculiarities of nature and what all features nature owns. All those details we'll study in this Nature Matters. Okay, so today our class is based on the concept of an ecosystem. What is an ecosystem? How the features of an ecosystem vary from one another, and what all things we should remember to preserve the ecosystem to form the harmonious life on nature. Understood? സോ എന്താണ് ഇക്കോസിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ്, അതിനെ നമുക്ക് എങ്ങനെ പ്രിസേർവ് ചെയ്യാം, ഏതൊക്കെ ടൈപ്സ് ഓഫ് ഇക്കോസിസ്റ്റമാണ് ഉള്ളത്, ഇതൊക്കെയാണ് നമ്മളിന്ന് ഈ ഒരു എന്താ പറയുക ക്ലാസ്സിൽ മീൻസ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, സോ വിൽ ഗോ ഡയറക്ട്ലി ടു ദാറ്റ്. റെഡി ഫോർ ദാറ്റ്? An ecosystem is a region with a specific and recognizable landscape form such as forest, grassland, desert, wetland or coastal area. എന്താണ് ഇക്കോസിസ്റ്റം എന്ന് പറഞ്ഞാൽ? ഇക്കോസിസ്റ്റം എന്ന് പറഞ്ഞാൽ സ്പെസിഫിക് ആയിട്ടും റിക്കഗ്നൈസബിളുമായിട്ടുള്ള ഒരു ലാൻഡ്സ്കേപ്പോട് കൂടിയ ഏരിയയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഒരു ഇക്കോസിസ്റ്റം അല്ലെങ്കിൽ ആവാസ വ്യവസ്ഥ എന്ന് പറയുന്നത്. അതൊരു പക്ഷേ ഒരു ഫോറസ്റ്റ് ആവാം, ഒരു ഗ്രാസ് ലാൻഡ് ആവാം, ഒരു ഡിസേർട്ട് ആവാം, ഇറ്റ് ക്യാൻ ബി എ വെറ്റ് ലാൻഡ് ഓർ എ കോസ്റ്റൽ ഏരിയ. ഇതിൽ ഏതുമാകാം. വനപ്രദേശമാകാം, ചിലപ്പോൾ തീരപ്രദേശമാകാം, ചിലപ്പോൾ മരുപ്രദേശങ്ങളാകാം. അങ്ങനെ ഏത് തരത്തിലുള്ള ഏരിയ വേണമെങ്കിലും ഒരു ഇക്കോസിസ്റ്റമായിട്ട് മാറാം. ഓക്കെ, the nature of the ecosystem is based on its geographical features such as hills, mountains, plains, rivers, lakes, coastal areas or islands. That is, ഒരു ഇക്കോസിസ്റ്റത്തിൻ്റെ നേച്ചർ എന്തിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളതാണ്? ഒരു ആവാസ വ്യവസ്ഥയുടെ പൊതു സ്വഭാവം, അതിൻ്റെ ഘടന എന്ന് പറയുന്നത് എന്തിൽ അധിഷ്ഠിതമാണ്? അത് ജിയോഗ്രഫിക് ഫീച്ചേഴ്സിൽ, അതായത് അവിടെയുള്ള ആ ഒരു പ്രകൃതിക്ക് അനുസൃതമായിട്ടായിരിക്കും ഓരോ ഇക്കോസിസ്റ്റത്തിൻ്റെയും ഓരോ ആവാസ വ്യവസ്ഥയുടെയും പൊതു സ്വഭാവം എന്താ പറയുക നിർണ്ണയിക്കപ്പെടുന്നത്. അപ്പോൾ അത് ഇറ്റ് ക്യാൻ ബി ഹിൽസ്, മൗണ്ടെയ്ൻസ്, പ്ലെയിൻസ്, റിവേഴ്സ്, ലേക്സ്, കോസ്റ്റൽ ഏരിയാസ് ഓർ ഐലൻഡ്സ്. ഏതും ആയിക്കോട്ടെ. ഒരു നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു അരുവിയാണെങ്കിലോ അല്ലെങ്കിൽ ഒരു ലേക്ക് ആണെങ്കിലോ അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഐലൻഡ് ആണെങ്കിലോ ഏതൊരു ഏരിയ ആണെങ്കിലും അവിടെയുള്ള പൊതുവായിട്ടുള്ള ഒരു ഘടന എന്ന് പറയുന്നത് അവിടെയുള്ള ഭൂപ്രദേശത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളതായിരിക്കും. എന്ന് പറഞ്ഞാൽ ക്ലൈമറ്റിക്കൽ കണ്ടീഷൻസും അതുപോലെയുള്ള അവിടുത്തെ ആ ഒരു മണ്ണിൻ്റെ സ്വഭാവവും അതുപോലെ തന്നെ അന്തരീക്ഷത്തിൻ്റെ താപത്തിൻ്റെ അവസ്ഥ, ഹ്യൂമിഡിറ്റി, ഇതിനൊക്കെ ബേസ്ഡ് ആയിട്ടാണ് ഒരു ഇക്കോസിസ്റ്റത്തിൻ്റെ പൊതു സ്വഭാവം സൃഷ്ടിക്കപ്പെടുന്നത്. It's also controlled by climatic conditions such as the amount of sunlight, the temperature and the rainfall in the region. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അതിൻ്റെ തുടർച്ചയാണ് ഓരോ പ്രദേശത്തെയും സ്വഭാവത്തെ നിർണ്ണയിക്കുന്നതിൽ അവിടെയുള്ള കാലാവസ്ഥക്ക് ഒരുപാട് പങ്കുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരു മരുപ്രദേശത്തുള്ള കാലാവസ്ഥ ആയിരിക്കില്ല ഒരു എന്താ പറയുക വനാന്തര ഭാഗത്തുണ്ടാവുന്നത്, അല്ലേ? അതുപോലെ തന്നെ ഒരു എന്താ പറയുക നമുക്ക് അധിനിവേശത്തിന് അല്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ ഉതകുന്ന ഒരു പ്രദേശം എന്ന് പറയുന്നത് തീർത്തും ഒരു ഡിസേർട്ടിൽ നിന്നും വ്യത്യസ്തമായിരിക്കും, അല്ലെങ്കിൽ അതൊരു വനാന്തർ ഭാഗത്തിൽ നിന്നും ഒരുപാട് വ്യത്യസ്തമായി ഒരു ഒരു കൊടും കാടിൽ ഉണ്ടാകുന്ന ക്ലൈമറ്റ് ആയിരിക്കില്ല, അല്ലെങ്കിൽ അവിടെ ലഭിക്കുന്ന സൺലൈറ്റിൻ്റെ അളവായിരിക്കില്ല ഒരു സാധാരണ ഏരിയയിൽ അല്ലെങ്കിൽ ഒരു മരുപ്രദേശത്ത് ലഭിക്കുന്നത്. അപ്പോൾ രണ്ടും
തീർത്തും കാലാവസ്ഥയുടെ കാര്യത്തിലാണെങ്കിലും ലഭിക്കുന്ന സൺലൈറ്റിൻ്റെ കാര്യത്തിലാണെങ്കിലും അതുപോലെ തന്നെ ജീവജാലങ്ങളുടെ ലഭ്യതയുടെ കാര്യത്തിലാണെങ്കിലും എല്ലാ കാര്യത്തിലും പരസ്പരം വ്യത്യസ്തങ്ങളായിരിക്കും ഓരോ ആവാസ വ്യവസ്ഥയും അല്ലേ. അതിനെ അപ്പോൾ ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ കാലാവസ്ഥയുടെ ഒരുപാട് സ്വാധീനം നമുക്ക് ഓരോ ഇക്കോസിസ്റ്റത്തിലും കാണാൻ സാധിക്കും. The geographical, climatic and soil characteristics form its non-living component. അപ്പോൾ നോൺ ലിവിങ് കോമ്പണൻസും ഉണ്ട്, ലിവിങ് കോമ്പണൻസും ഉണ്ട്. അതായത് ബയോട്ടിക്കും ഉണ്ട്, അബയോട്ടിക്കും ഉണ്ട്. ബയോട്ടിക് മീൻസ് അവിടെയുള്ള ജീവനുള്ള വസ്തുക്കൾ. അബയോട്ടിക് എന്ന് പറഞ്ഞാൽ അവിടെയുള്ള ജീവനില്ലാത്ത വസ്തുക്കൾ അല്ലേ. അത് രണ്ടും വ്യത്യസ്തങ്ങളാണ്. ജീവനുള്ള വസ്തുക്കൾ അല്ലെങ്കിൽ ജീവിവർഗം അവിടെ ഉണ്ടായി വരുന്നത് അല്ലെങ്കിൽ അവർക്ക് ജീവൻ നിലനിർത്താൻ ആവശ്യമുള്ള അല്ലെങ്കിൽ ജീവിക്കാനുള്ള ഒരു ചുറ്റുപാട് നൽകുന്നതിൽ ഈ ജീവനില്ലാത്ത വസ്തുക്കൾക്ക് ഒരുപാട് പങ്കുണ്ട് അല്ലേ. ഇപ്പോൾ സൺലൈറ്റിൻ്റെ കാര്യത്തിലാണെങ്കിലും കാലാവസ്ഥയുടെ കാര്യത്തിലാണെങ്കിലും അതൊക്കെ അബയോട്ടിക് ആയിട്ടുള്ള കോമ്പണൻസ് ആണ്. അത് ജിയോഗ്രഫിക്കൽ, അതായത് ആ ഒരു ഭൂപ്രദേശം, അതുപോലെ അവിടെയുള്ള കാലാവസ്ഥ, അതുപോലെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അവിടുത്തെ മണ്ണിൻ്റെ സ്വഭാവം, ആ ഒരു അബയോട്ടിക് കോമ്പണൻസിൻ്റെ ബേസിലാണ് അവിടെയുള്ള ബയോട്ടിക് കോമ്പണൻസ് ജീവിതവും ജീവനും നിലനിർത്തുന്നത്. മനസ്സിലായല്ലോ. These features create conditions that support a community of plants and animals that evolution has produced to live in these specific conditions. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. അതായത് ഒരു ഭൂപ്രദേശം നമ്മൾ ജസ്റ്റ് മൈൻഡിലൊന്ന് വിഷ്വലൈസ് ചെയ്യുക. ഒരു കാട്, അവിടെയുള്ള ഒരു കാലാവസ്ഥ, അവിടെയുള്ള മണ്ണിൻ്റെ സ്വഭാവം, അവിടെ ലഭിക്കുന്ന സൺലൈറ്റിൻ്റെ അളവ്, അതുപോലെ തന്നെ അവിടെ ഇത്രയും ഭൂപ്രദേശം ഇത്രയും കാര്യങ്ങളെയൊക്കെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് അവിടെ ജീവനും ജീവിതവും ഉയർന്നു വരുന്നത്. എന്ന് പറഞ്ഞാൽ ഈ ഒരു കണ്ടീഷനിലൊക്കെ വളർന്ന് വരാൻ സാധിക്കുന്ന തരത്തിലുള്ള ചെടികളും ജന്തുജാലങ്ങളും ഒക്കെ അവിടെ സർവൈവ് ആവുന്നു അല്ലേ. അപ്പോൾ അത്തരം നോൺ ലിവിങ് കോമ്പണൻസിൻ്റെ ബേസിലാണ് ലിവിങ് കോമ്പണൻസ് ജീവിതം അവിടെ പച്ചപിടിപ്പിക്കുന്നത് അല്ലേ, അല്ലെങ്കിൽ കരുപിടിപ്പിക്കുന്നത് നമുക്ക് പറയാം. എന്ന് പറഞ്ഞാൽ ബയോട്ടിക് കോമ്പണൻസും അബയോട്ടിക് കോമ്പണൻസും ഒരുപോലെ സമരസപ്പെട്ട് മുന്നോട്ട് പോകുമ്പോഴാണ് ഏതൊരു ഇക്കോസിസ്റ്റത്തിലും എന്ത് സാധ്യമാകുന്നത്, സർവൈവൽ സാധ്യമാകുന്നത്. മനസ്സിലായല്ലോ. ദ ലിവിങ് പാർട്ട് ഓഫ് ദ ഇക്കോസിസ്റ്റം ഈസ് റിഫേർഡ് ടു ആസ് ഇറ്റ്സ് ബയോട്ടിക് കോമ്പണൻറ്റ്. നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെയാണ്. ഒരു ആവാസ വ്യവസ്ഥയിലുള്ള ജീവനുള്ള ആ ഒരു ജീവിവർഗത്തെ അല്ലേ, അത് ജീവനുള്ളതെന്ന് പറയുമ്പോൾ സസ്യങ്ങളാവാം, ജന്തുക്കളാവാം അല്ലേ. അപ്പം അങ്ങനെ ജീവനുള്ള ആ ഒരു പോർഷനെ, ആ ലിവിങ് പോർഷനെയാണ് നമ്മൾ ബയോട്ടിക് കോമ്പണൻ്റ് എന്ന് പറയുന്നത്. അതിനെ സഹായകരമാകുന്ന തരത്തിൽ പ്രൊവൈഡ് ചെയ്യപ്പെടുന്ന ആ ക്ലൈമറ്റിക് കണ്ടീഷൻ, അതുപോലെ അവിടുത്തെ ജിയോഗ്രഫിക്കൽ കണ്ടീഷൻ, അവിടെ ലഭിക്കുന്ന ഹ്യൂമിഡിറ്റി, ഹീറ്റ്, ഇതൊക്കെയാണ് അബയോട്ടിക് കോമ്പണൻ്റ് അല്ലെങ്കിൽ നോൺ ലിവിങ് കോമ്പണൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ അബയോട്ടിക്കും ബയോട്ടിക്കും കൂടി ചേരുമ്പോഴാണ് ഒരു ആവാസ വ്യവസ്ഥയായിട്ട് അത് രൂപാന്തരം പ്രാപിക്കുന്നത്. മനസ്സിലായല്ലോ. ഫസ്റ്റിലത്തെ പാരഗ്രാഫ് മനസ്സിലായി. വിൽ ഗോ ടു ദ സെക്കൻഡ് പാര. Ecosystems are divided into terrestrial or land-based ecosystems and aquatic ecosystems in water. Two types of ecosystems we can see. One is terrestrial, second is aquatic. ഒന്ന് ഓർമ്മിച്ച് വെക്കുക. ടെറസ്ട്രിയൽ എന്ന് പറയുമ്പോൾ ലാൻഡ് ബേസ്ഡ് ആണ്, അക്വാട്ടിക് എന്ന് പറയുമ്പോൾ വാട്ടർ ബേസ്ഡ് ആണ്. അത് എളുപ്പമാണ് ഓർമ്മിക്കാൻ, ഒന്ന് ഓർമ്മിച്ചാൽ മതി. നമ്മൾ മിനറൽ വാട്ടറൊക്കെ വാങ്ങിക്കുന്ന സമയത്ത് അക്വാഫിന എന്ന് കാണുന്നില്ല, ചില കമ്പനീസിൻ്റെ ഒരു നെയിം കാണുന്നില്ല, എക്വ. അപ്പോൾ എക്വ മീൻസ് വാട്ടർ. അപ്പോൾ അക്വാട്ടിക് ഇക്കോസിസ്റ്റം എന്ന് പറയുമ്പോൾ വാട്ടർ ബേസ്ഡ് ഇക്കോസിസ്റ്റവും ടെറസ്ട്രിയൽ എന്ന് പറയുമ്പോൾ ലാൻഡ് ബേസ്ഡ് ഇക്കോസിസ്റ്റവുമാണ് അർത്ഥമാക്കുന്നത്. ദിസ് ഫോം ദ ടു മേജർ ഹാബിറ്റാറ്റ് കണ്ടീഷൻസ് ഫോർ ദ എർത്ത്സ് ലിവിങ് ഓർഗാനിസംസ്. അപ്പോൾ ഭൂമിയിലുള്ള രണ്ട് അല്ലേ നമ്മൾക്ക് കാണാൻ സാധിക്കുന്ന ഇക്കോസിസ്റ്റംസ് ആണ് ടെറസ്ട്രിയലും അക്വാട്ടിക്കും. ഒന്നുകിൽ കരയിൽ ജീവിക്കുന്നത് അല്ലെങ്കിൽ കടലിൽ ജീവിക്കുന്നത്. ഇനി ഇതല്ലാതെ ഉള്ളത് കരയിലും കടലിലും ജീവിക്കുന്നത്, വെള്ളത്തിലും കരയിലും ജീവിക്കുന്നത്. മനസ്സിലായല്ലോ. അപ്പോൾ
Aquatic meaning living in the or based on water, and terrestrial means based on land. Okay, മനസ്സിലായല്ലോ. വിൽ ഗോ ടു ദ തേർഡ് പാര. മനസ്സിലാവുന്നുണ്ടല്ലോ, ലൈൻ ബൈ ലൈൻ ആയിട്ട് പറയുന്നുണ്ട്. പക്ഷെ എപ്പോഴും ലൈൻ ബൈ ലൈൻ പറയുമ്പോൾ ആ ഒരു മീനിങ് അതിന് അതുപോലെ ഡിക്റ്റോ ആയിട്ട് പറയണമെന്നില്ല. ഒരു വിധത്തിൽ അതിൻ്റെ ഒരു എന്താ പറയുക, എന്താണ് അതിൽ ഡിസ്കസ് ചെയ്യുന്നത് എന്നുള്ളൊരു മീനിങ്ങാണ് നമ്മൾ പറയുന്നത്. ഓക്കെ. All the living organisms in an area live in communities of plants and animals. അല്ലേ, എല്ലാ ഏരിയാസിലും നമ്മൾക്ക് കാണാൻ സാധിക്കുന്ന ലിവിങ് ഓർഗാനിസംസ് ആണ്. അത് കമ്മ്യൂണിറ്റീസ് ഓഫ് പ്ലാന്റ്സും ആനിമൽസും ആണ്. അതായത് സസ്യങ്ങളുടെയും ജന്തുക്കളുടെയും ഒരു കമ്മ്യൂണിറ്റിയാണ് ലിവിങ് ഓർഗാനിസമായിട്ട് നമ്മൾ പറയുന്നത്. അല്ലേ, ദേ ഇൻറ്ററാക്ട് വിത്ത് ദ നോൺ ലിവിങ് എൻവയൺമെൻറ്റ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ജീവനുള്ളതും ജീവനില്ലാത്തതും ചേരുമ്പോഴാണ് അവിടെ ഇക്കോസിസ്റ്റം രൂപാന്തരം പ്രാപിക്കുന്നത് എന്ന് പറയുന്നത് പോലെ തന്നെ ഈ കമ്മ്യൂണിറ്റീസ് ഓഫ് പ്ലാന്റ്സും ആനിമൽസും എന്തുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്യുന്നു, എന്തുമായിട്ട് കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്നു, ഈ നോൺ ലിവിങ് എൻവയൺമെൻറ്റുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. ആൻഡ് വിത്ത് ഈച്ച് അതർ അറ്റ് ഡിഫറെൻറ്റ് പോയിൻറ്റ്സ് ഇൻ ടൈം ഫോർ എ ലാർജ് നമ്പർ ഓഫ് റീസൺസ്. ഒരുപാട് കാരണങ്ങൾ കൊണ്ട് ജീവജാലങ്ങൾ, ജന്തുജാലങ്ങൾ പരസ്പരവും അതുപോലെ തന്നെ ജീവനുള്ളതും ജീവനില്ലാത്തതും പരസ്പരവും ആശ്രിതരായിട്ട് അല്ലെങ്കിൽ പരസ്പരം ആശ്രയിച്ചുകൊണ്ടാണ് ഭൂമിയിൽ ജീവൻ സാധ്യമാകുന്നത്. Life can exist only in a small proportion of the Earth's land, water and its atmosphere. അതായത് നമ്മൾ ഭൂമിയിൽ കാണുന്ന ചെറിയൊരു പ്രദേശത്ത് മാത്രമാണ് ജീവൻ നിലനിൽക്കുന്നത് എന്ന് നമ്മൾക്ക് പറയാം. ലൈഫ് ക്യാൻ എക്സിസ്റ്റ് ഓൺലി ഇൻ എ സ്മോൾ പ്രപ്പോർഷൻ ഓഫ് എർത്ത്സ് ലാൻഡ്. എർത്തിൻ്റെ, അതായത് ഭൂമിയുടെ എന്താ പറയുക, കരഭാഗത്തിൻ്റെയും അതുപോലെ തന്നെ വെള്ളത്തിൻ്റെയും അതുപോലെ തന്നെ അറ്റ്മോസ്ഫിയറിൻ്റെയും വളരെ ചെറിയ ഒരു ഭാഗത്ത് മാത്രമേ നമുക്ക് ജീവൻ സാധ്യമാക്കാൻ സാധിക്കുന്ന, മീൻസ് അതിന് ഉതകുന്ന സാഹചര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് വളരെ ചെറിയൊരു പോർഷനിൽ മാത്രമാണ്. At a global level, the thin skin of the earth, on the land, the sea and the air forms the biosphere. അതായത് ഒരു ഗ്ലോബൽ ലെവലിൽ നമ്മൾ അതിനെ കാണുന്ന സമയത്ത്, അതായത് ഒരു ആഗോള അടിസ്ഥാനത്തിൽ നമ്മൾ അതിനെ വിലയിരുത്തുമ്പോൾ എന്താണ്, ഭൂമിയുടെ ഒരു ചെറിയ പോർഷനിലുള്ള ലാൻഡ്, സീ അതുപോലെ എയർ, ഇതാണ് ബയോസ്ഫിയറായിട്ട് നമ്മൾ എന്താ പറയുക മെൻഷൻ ചെയ്യുന്നത്. ബയോസ്ഫിയർ എന്ന് പറയുമ്പോൾ ജീവമണ്ഡലം. അതായത് ഭൂമിയുടെ ഈ ഒരു ചെറിയൊരു പോർഷനിൽ മാത്രമേ എന്താണ് ജീവൻ നിലനിൽക്കുന്നുള്ളൂ എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഗ്ലോബൽ ലെവലിലാവുമ്പോൾ അത് ഭൂമിയുടെ വളരെ നേരിയ ഒരു ഭാഗത്തേക്ക് മാത്രമായിട്ട് സീയും എയറും അതുപോലെ ലാൻഡും ഉൾക്കൊള്ളുന്ന ബയോസ്ഫിയർ, ജീവമണ്ഡലം, ജീവൻ നിലനിൽക്കുന്ന ഭാഗം വളരെ ചെറിയൊരു പോർഷനിൽ മാത്രമേ നമ്മൾക്ക് ആഗോളാടിസ്ഥാനത്തിൽ കാണാൻ സാധിക്കുള്ളൂ. ഓക്കെ, ദെൻ അറ്റ് എ സബ്ഗ്ലോബൽ ലെവൽ this is divided into biogeographical realms. എക്സാമ്പിൾ യുറേഷ്യ കോൾഡ് ദ പാലിയാർട്ടിക് റെലം. അങ്ങനെ പോകുന്നുണ്ട്. സോ എന്താണ് പറയുന്നത്, അറ്റ് എ സബ് ഗ്ലോബൽ ലെവൽ, ഒരു സബ് ഗ്ലോബൽ ലെവലിൽ നമ്മൾ നോക്കുന്ന സമയത്ത് ഈ എന്താ പറയുക ബയോസ്ഫിയറിനെ അല്ലെങ്കിൽ ഈ ഏരിയാസിനെ നമ്മൾ ഇതിനെ ഈസ് ഡിവൈഡഡ് ഇൻ ടു ബയോജിയോഗ്രഫിക്കൽ റെലംസ്. ഈ ജീവൻ നിലനിൽക്കുന്ന ഭാഗങ്ങളെ നമ്മൾ ബയോജിയോഗ്രഫിക്കൽ റെലംസ് ആയിട്ട്, ഓരോ മേഖലകളായിട്ട് നമ്മൾ തിരിച്ചിരിക്കുന്നു. എക്സാമ്പിൾ യുറേഷ്യ കോൾഡ് ദ പാലിയാർട്ടിക് റെലം. യുറേഷ്യ അറിയപ്പെടുന്നത് പാലിയാർട്ടിക് റെലം എന്നും, സൗത്ത് ആൻഡ് സൗത്ത് ഈസ്റ്റ് ഏഷ്യ ഇസ് ദ ഓറിയൻ്റൽ റെലം. സൗത്തും സൗത്ത് ഈസ്റ്റ് ഏഷ്യയും ഓറിയൻ്റൽ റെലം എന്നും, നോർത്ത് അമേരിക്ക ഇസ് ദ നിയാറ്റിക് റെലം. നോർത്ത് അമേരിക്ക അറിയപ്പെടുന്നത് നിയാറ്റിക് റെലം എന്നും, സൗത്ത് അമേരിക്ക ഫോംസ് ദ നിയോട്രോപ്പിക്കൽ റെലം. സൗത്ത് അമേരിക്ക അറിയപ്പെടുന്നത് നിയോട്രോപ്പിക്കൽ റെലം എന്നും, ആഫ്രിക്ക ദ ഇത്യോപ്യൻ റെലം ആൻഡ് ഓസ്ട്രേലിയ ദ ഓസ്ട്രേലിയൻ
റെലം. അതുപോലെ നമ്മളങ്ങനെ മനസ്സിലാക്കി ജസ്റ്റ് മൈൻഡിലൊന്ന് ഫിക്സ് ചെയ്ത് വെക്കൽ മാത്രമാണ്, അവിടെ കൂടുതലൊന്നും പറയാനില്ല. സബ് ഗ്ലോബൽ ലെവലിൽ നമ്മൾ ഈ ബയോസ്ഫിയറിനെ അല്ലെങ്കിൽ ഈ എർത്തിനെ മൊത്തത്തിൽ ഓരോ ബയോ ജിയോഗ്രഫിക്കൽ റെലംസ് ആയിട്ട്, ഓരോ മേഖലകളായിട്ട് നമ്മൾ തരം തിരിച്ചിരിക്കുന്നു. അതിന് പെക്യൂലർ ആയിട്ടുള്ള ഓരോ നെയിംസും പെർട്ടിക്കുലറായിട്ട് നൽകിയിട്ടുണ്ട്. ആ നെയിംസ് ജസ്റ്റ് ഒന്ന് ഓർമ്മിച്ച് വെക്കണം. അപ്പോൾ അത് ഫോർ എക്സാമ്പിൾ യുറേഷ്യ പാലിയാറ്റിക് റെലവും, അതുപോലെ സൗത്ത് ഈസ്റ്റ് ഏഷ്യ ഓറിയൻ്റൽ, അതുപോലെ ഓസ്ട്രേലിയ റെലം, അങ്ങനെ ഓരോ ഏരിയാസിനെയും നമ്മൾ ഓരോ റെലംസായിട്ട് സബ് ഗ്ലോബൽ ലെവലിൽ ഡിവൈഡ് ചെയ്തിരിക്കുന്നു. അപ്പോൾ എന്താണ് നമ്മൾ ഇത്രയും പാരഗ്രാഫിൽ പറഞ്ഞത്? ഇക്കോസിസ്റ്റം എന്ന് പറയുന്നത് ബയോട്ടിക്കും അബയോട്ടിക്കും, അതായത് ലിവിങ്ങും നോൺ ലിവിങ്ങും ഓർഗാനിസംസ് ചേരുമ്പോഴാണ് ഒരു ഇക്കോസിസ്റ്റം അവിടെ സാധ്യമാകുന്നത്. അതൊരു പക്ഷേ ഒരു കരപ്രദേശമാകാം, ഒരു വനാന്തര ഭാഗമാകാം, ഒരു വെറ്റ്ലാൻഡ് ആവാം, ഒരു ഡിസേർട്ട് ആവാം, ഏതുമാകാം. അപ്പോൾ ഏതൊരു ഏരിയ ആയാലും ബയോട്ടിക്കും അബയോട്ടിക്കുമായിട്ടുള്ള എല്ലാ ജീവജാലങ്ങളുടെയും ഒരുമിച്ചുള്ള ഒരു കൂട്ടായ്മയിലൂടെ മാത്രമേ അവിടെ ഒരു ഇക്കോസിസ്റ്റത്തിന് സർവൈവ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ടെറസ്ട്രിയലും അക്വാട്ടിക്കും ഓർമ്മിക്കുക. ടെറസ്ട്രിയൽ എന്ന് പറയുമ്പോൾ ലാൻഡ് ബേസ്ഡ് ആണ്, അക്വാട്ടിക് എന്ന് പറയുമ്പോൾ വാട്ടർ ബേസ്ഡ് ആണ്. അതുപോലെ തന്നെ ഭൂമിയിൽ നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത് വളരെ ചെറിയ ഒരു ഏരിയയിൽ മാത്രമാണ് ജീവൻ നിലനിൽക്കുന്നത് എന്നാണ്. ഇതിനെ നമ്മൾ ബയോസ്ഫിയർ എന്ന് പറയുന്നു. ഇതാണ് ജീവമണ്ഡലം എന്ന് പറയുന്നത്. ഗ്ലോബൽ ലെവലിലാണെങ്കിൽ നമ്മൾക്ക് ഇതിനെ ദാറ്റ് ഈസ് ഒരു ഗ്ലോബൽ ലെവലിലാണെങ്കിൽ വളരെ ചെറിയൊരു ഏരിയയിൽ അതിനെ ബയോസ്ഫിയർ എന്ന് നമ്മൾ വിശേഷിപ്പിക്കുകയും, സബ് ഗ്ലോബൽ ലെവലിലാണെങ്കിൽ ഓരോ റെലംസ് ആയിട്ട് ഇതിനെ നമ്മൾ ഡിവൈഡ് ചെയ്യുകയും ചെയ്തിരിക്കുന്നു. ആ ഡിവൈഡ് ചെയ്ത ഡിവിഷൻ നെയിംസ് ഒന്ന് മനസ്സിലാക്കുക, അതൊന്ന് പഠിച്ചു വെക്കുക. ഓക്കെ, സോ വിൽ കണ്ടിന്യൂ ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. ദാറ്റ്സ് ഓൾ ഫോർ ടുഡേയ്സ് ക്ലാസ്. ഹാവ് എ നൈസ് ഡേ ടു ഓൾ ഓഫ് യു. താങ്ക് യു.